സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഓട് നിർമ്മാണത്തിലെ അപാകതയും ശുചീകരണ പ്രവൃത്തികൾ വൈകിയതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷം അടുത്തതോടെ പലയിടത്തും മഴ കനക്കുകയാണ്. തെക്കൻ കേരളത്തിൽ മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തലസ്ഥാനത്ത് നഗരമേഖലകളിലടക്കം വെള്ളക്കെട്ട് തുടരുന്നു. നെടുമങ്ങാട് വെമ്പായത്തും കാട്ടാക്കടയിലും വീടുകളിൽ വെള്ളം കയറി. കൊല്ലത്തും സമാനമാണ് സ്ഥിതി. കല്ലുവാതുക്കൽ, കരിക്കോട്, ചാത്തന്നൂർ, കുരീപ്പുഴ ഭാഗങ്ങളിൽ കടകളിലും വീടുകളിലുമടക്കം വെള്ളം കയറി. ഹൈവേയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. ചീരങ്കാവിന് സമീപം രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. വാളകത്ത് MC റോഡിൽ വെള്ളക്കെട്ടായതും ഗതാഗതത്തെ ബാധിച്ചു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കിള്ളൂരിന് സമീപം ബ്രേക്ക് ഡൌൺ ആയി ലോറിക്ക് പിന്നിൽ കാറുകൾ ഇടിച്ചു കയറിയ അപകടമുണ്ടായി. അതിനിടെ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുന്നു. വരും ദിവസങ്ങളിലും തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.